ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ പുതിയ പോപ്പ് ലിയോ 14 അവകാശികൾ. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആരൊക്കെ, ഏതൊക്കെ രാജ്യങ്ങൾ, എന്തൊക്കെ തരത്തിലാണ് പോപ്പിനെ അവകാശമായിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ എത്ര അവകാശികളാണ്, ഏതെല്ലാം തരത്തിലാണ് ഈ ലോകത്തിൽ ഓൾറെഡി പോപ്പ് ഇൻഫ്ലുവൻസ് ആയത്. ആദ്യമായി തന്നെ പോപ്പ് ജനിച്ച ഷിക്കാഗോക്കാർ പറയുന്നു, അത് ഞങ്ങളുടെ പോപ്പാണ്, ഇവിടെ ജനിച്ചതാണ്. ഡെഫിനറ്റ്ലി പോപ്പ് അവിടെ ജനിച്ചതായതുകൊണ്ട് അവരുടെയാണ്. ഒരു ഇറ്റാലിയൻ പേരൻസിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് ഇറ്റാലിക്കാർ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കൻ ബോൺ സിറ്റിസൺ ആയതുകൊണ്ട് അമേരിക്കക്കാരും വിട്ടുകൊടുക്കില്ല. കൊടുക്കുവോ? അഗസ്റ്റിസം പ്രാക്ടീസ് ചെയ്ത ആളായതുകൊണ്ട് സെന്റ് അഗസ്റ്റിൻ ഇടവകക്കാരും പോപ്പിനെ വിട്ടുകൊടുക്കില്ല. അവരുടെ പോപ്പാണത്. അതുപോലെ പണ്ടെങ്ങോ ഇന്ത്യയിലും കേരളത്തിലും വന്നിരിക്കുന്നു എന്ന തെളിവായി പല ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ട് പലരും അവകാശവാദങ്ങളുമായിട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട്. പെറുവിൽ വളരെ കാലം ജീവിച്ച് അവിടുത്തെ ഡ്യുവൽ സിറ്റിസൺ എടുത്ത പോപ്പിനെ പെറുവിലുള്ളവരും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കുവോ? ഇനി നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആക്ഷനെ നിശിതമായി എതിർക്കുന്ന, അതായത് ഇമിഗ്രേഷനും പാവങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡും ഒക്കെ നിശിതമായി മനസ്സുകൊണ്ടും സംസാരം കൊണ്ടും എതിർത്ത പോപ്പിനെ ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദമായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവരുടെ എതിർകക്ഷികൾ ഡെമോക്രാറ്റിക് അവകാശവാദമായി വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്നും ഫ്രാൻസിസ് പാപ്പ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞും ഞാൻ ഉൾപ്പെടെ പലരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഫ്രാൻസിസ് പാപ്പായെ പോലെ വിശുദ്ധനായ കരുണയുള്ള ഒരു പാപ്പായെ ഞങ്ങൾക്ക് കിട്ടണമേ എന്ന്. സ്വകാര്യമായി ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് ഫ്രാൻസിസ് എന്ന് പേര് തന്നെയുള്ള ഒരാൾ എത്തണമേ. എനിവേ, നമ്മുടെ ലിയോ പാപ്പായുടെ മിഡിൽ നെയിം ഫ്രാൻസിസ് എന്നുകൂടിയാണ്. എൻ്റെ പള്ളിയുടെ വിശുദ്ധൻ സെന്റ് അഗസ്റ്റിൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാനും അവകാശവാദം പറയുന്നു. ലിയോ 14 ഞങ്ങളുടെ പാപ്പായാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശവാദം ഉണ്ടോ? നിങ്ങൾക്കിതിൽ എന്തെങ്കിലും തമാശയായിട്ട് തോന്നുന്നുണ്ടോ?